കുഞ്ഞിച്ചോ മിനസ നാനോമിഷിന്റെ മറ്റൊരു മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് നാനോമിഷിന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 46 ആണ്. ഗൈസ്, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് ഇന്ന് ഒരു ലോങ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇടാൻ പോകുന്നത് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. അത് മാത്രമല്ല, ഈ വീഡിയോക്ക് 2.5 ലൈക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു ദിവസം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ലോങ് വീഡിയോ എന്ന് പറയുന്നത് നാനോ മെഷീൻ്റെ ഏറ്റവും അവസാനത്തെ ലോങ് വീഡിയോ ആയിരിക്കും. നമ്മൾ ഏകദേശം കോട്ടപ്പാറായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും ഓരോ എപ്പിസോഡ് വെച്ച് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ മാക്സിമം ലൈക്ക് അടിച്ചുകൊണ്ട് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തേക്ക്, എങ്കിലേ ഇനി ഒരു ലോങ് വീഡിയോ കൂടെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് മുറുമലൻസിലെ ആ സാധാരണ മാർഷൽ ആർട്ടിസ്റ്റ് പറയും ചെയ്യും, കൾട്ട് ഒന്ന് നിൽക്കി, ഞങ്ങളുടെ ഫാമിലീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ എന്തിനാണ് അവരെ സാക്രിഫൈസ് ചെയ്യുന്നത്? അത് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് വേണ്ടതാണ്. എടാ വിഡ്ഢികളെ, നീക്ക് എന്ത് ചെയ്യാണ്? അവൻ നമ്മളെ പരസ്പരം തമ്മിൽ തല്ലിക്കാണ് നോക്കുന്നത്. നീ അതിലൊന്നും വീണു പോകില്ലേ? വിഡിയോ ആരാണ് വിഡി? നീയല്ലേ വിഡി? നീ ഒന്ന് ചുറ്റിനോ നോക്കിയേ, ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഇവിടെ ആ ഒരു ഹെവലി ഫ്ലാഷ് കാരണം മരിച്ചത് ഇവിടെയുള്ള ഹൈറപ്സ് ഒന്നുമില്ല, പകരം നമ്മളെപ്പോലുള്ള സാധാരണ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. കണ്ണ് തുറന്ന് നോക്ക്. അല്ല, ഇതൊട്ടും നല്ലതല്ല. ഇങ്ങനെയാണെങ്കിൽ ഓർഡിനറി മാർഷൽ ആർട്സ് എല്ലാവരും തന്നെ തമ്മിൽ തല്ലുന്നതാണ്. അതിനർത്ഥം ഇതായിരുന്നു അവന്റെ പ്ലാൻ. ഇതെല്ലാം കേട്ടോണ്ട് ഇയോടെ നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ചോദിക്കുകയും ചെയ്യും, ഇതെല്ലാം അനുഭവിക്കാനായിട്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? അല്ല, ആ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ വെപ്പൺസ് ഇല്ല, മാസ്റ്റേഴ്സ് എല്ലാം തന്നെ താഴെ വീണ് കിടക്കുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നാ വിചാരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, ഈ സമയത്ത് അവർ നമ്മളെ, നമ്മുടെ ഫാമിലിനെ സാക്രിഫൈസ് ചെയ്യലല്ലേ നോക്കുന്നത്. അല്ല, ഇത് അലയൻസ് ആണോ? അലയൻസ് ആണെങ്കിൽ ഇത് നിങ്ങൾ തന്നെ ചുമക്കണ്ടേ? എടാ വെട്ടികളെ, നീക്ക് എന്താണ് വിചാരിച്ചത്? ഇവിടെ ഫാമിലി മാത്രമാണ് ഇമ്പോർട്ടന്റ്. ഈ ഒരു അലയൻസിലുള്ള എല്ലാവർക്കും കുടുംബവും കുട്ടികളും എല്ലാവരും തന്നെ ഉണ്ട്. പക്ഷേ അതിലും വലുതായിട്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരിത്ര നിസ്സാരമായ ഒരു ട്രക്കിൽ വീണല്ലേ. അതുകൊള്ളാം. അപ്പൊ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫാമിലീസിനെ സാക്രിഫൈസ് ചെയ്യണോ? അത് ചെയ്തു തന്നെ. നീയൊക്കെയാണ് വിഡ്ഢികൾ എന്ന് പറഞ്ഞിട്ട് മുറുമലൻസിനെ രണ്ടായിട്ട് വിഭജിച്ച് പരസ്പരം തമ്മി തലായിട്ട് തുടങ്ങി. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് അവൾ പറയാൻ ചെയ്യും, അമിതബ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല, ഇത് ജസ്റ്റിസ് ആണോ? ഇന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബത്തിന് ബലി കൊടുത്തോണ്ട്. ഇല്ല, കട്ടിലടിച്ചോൺ ഞങ്ങൾ ഒരിക്കലും ഇവരോട് കൂടുന്നില്ല. താങ്കൾ ഇത് മനസ്സിലാക്കണം. അതെ, ഞാൻ ഈ ക്ലാനിലാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. അതെ, ഞാൻ അരാം ക്ലാനിലാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. അതെ, ഞാൻ ഗാൽ ജോങ്ങിലാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു പറഞ്ഞിട്ട് അവരിൽ കുറെ പേര് ഇയോൺ ചെയ്യാനായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് നമ്മുടെ സെക്രട്ടറിയായ ഹോങ് പറയും ചെയ്യും, ഇതൊരിക്കലും നമുക്ക് തടയാൻ സാധിക്കത്തില്ല. അതെ, നമുക്കിവിടെ ജയിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. എനിക്കറിയാം ഇത് നാണക്കേടാണ്. പക്ഷെ ഇപ്പൊ ഓടി ഒളിക്കാതെ എന്നോട് ക്ഷമിക്കണം. കൾട്ടിലിടർച്ചിയോൺ ഓൾറെഡി ജയിച്ചിരിക്കുന്നു. പക്ഷേ അതേവനെ കൊല്ലത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അമിതബ, പെട്ടെന്നാണ് അവൾ പറയുന്നത്, അമിതബ, എന്റെ ഫെല്ലോ മാർഷൽ ആർട്ടിസ്റ്റ്, ഞാൻ എല്ലാവരും കൂടെ ഒരു കാര്യം പറയുവാണ്. നമ്മളിപ്പോ പരസ്പരം തല്ലുകൂടേണ്ട സമയമല്ല. ഒരു സെക്കൻഡ് മാസ്റ്റർ എന്ന രീതിയിൽ ഞാനിതാ എന്റെ കമാൻഡ് പറയുവാണ്. ഞാൻ നിങ്ങളോടെല്ലാവരോടും റിട്രീറ്റ് ചെയ്യാനായിട്ട് പറയുവാണ്. എന്ത് റിട്രീറ്റ് ചെയ്യാനോ? അതെ, നിങ്ങൾ ഫോർമേഷനോ അതൊന്നും തന്നെ നോക്കണ്ട. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന പറയാൻ നേരത്ത് പെട്ടെന്നായിരുന്നു മാസ്റ്റർ പെങ്ങു വേറൊരുത്തരും കൂടെ അവിടുന്ന് ഓടിയത്. അല്ല, എല്ലാരും ഓടുവാണോ? അല്ല, അത് നമ്മുടെ ലീഡേഴ്സ് അല്ലേ? എനിക്കറിയാം ഇത് ശരിക്കും നാണക്കേടാണെന്ന്. പക്ഷെ അതല്ല, ഇപ്പൊ എന്റെ ഫാമിലിനെ, എന്റെ ജീവനാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് ഓടി രക്ഷപ്പെടുവാണ്. മാസ്റ്റേഴ്സിന്റെ പുറകെ പോകുന്ന പറഞ്ഞ് കുറച്ചുപേര് അവരുടെ പുറകെ പോകുന്നുണ്ട്. ഇതെന്തായാലും കൊള്ളാം. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ബാക്കി 3 സൈഡില് മൗണ്ടൻസ് ആണ്. എന്നിട്ടും ഓടി രക്ഷപ്പെടാൻ പറ്റുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഈ സമയത്ത് തന്നെ അവരെല്ലാരും പല വഴിക്ക് ഓടാനായിട്ട് തുടങ്ങി. കാര്യം ഹെവലി ഫ്ലാഷ് കൊണ്ട് അവരാരും മരിക്കാൻ പാടില്ലല്ലോ. അതേ സമയത്ത് തന്നെ ആ ഒരു പെങ് പറയുകയും ചെയ്യും, ടിമോണിക്കല്ല ലീഡർ, ഞാൻ ഒരു ദിവസം ഉറപ്പായിട്ടുള്ള പ്രതികാരം വീട്ടിരിക്കുന്ന പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവനോടെ നിന്നത്. മാസ്റ്റർ, എന്ത് പറ്റി? നാശം, അവൻ ഒറ്റക്കല്ലായിരുന്നു വന്നത്. പിന്നെ കാണിക്കുന്നത് ഡിമോണിക്കലിലെ ആൾക്കാരാണ്. അതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സാർ മായും നിപ്പോണ്ട്. സാർ മാ മാത്രമല്ല, നമ്മുടെ സിക്സ് ഓട്സും ഹ്യോബോങ്ങും എല്ലാരും അവരെയും കാത്ത് അവിടെ നിൽക്കുകയായിരുന്നു. ഡാർക്കിങ് കൊണ്ട് ഡിമോണിക്കലിലെ എലിറ്റുള്ള സബോർഡിനേറ്റ്സ് ഉണ്ട്. അതിലുപരി അവനെ കണ്ടിട്ട് ഇവിടെ നിന്നുള്ളതല്ല, അവന്റെ സിൽവർ ഹെയർ, ഒരു ക്ലോത്തിങ്സും നോർത്ത് ഇന്ത്യൻ സീല. പക്ഷെ അവൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പെട്ടെന്നാണ് അവൻ മറ്റൊരു സൈഡിലേക്ക് നോക്കിയത്. അവിടെയായിട്ട് നമ്മുടെ എല്ലർ ഈ നിപ്പുണ്ടായിരുന്നു. അല്ല, അതാരാണ് ആ സ്ത്രീ? അവളെ കണ്ടിട്ട് അധികം പ്രായമില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവൾക്ക് വലിയ സ്കില്ല് കാണത്തില്ല. ശരിയാണ്, അവളെ എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ. എല്ലാരും എന്റെ പുറകെ വന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഈയൊന്റെ നേരെ പാഞ്ഞു ചെന്നു. അല്ല, ഇവൻ ശരിക്കും സീരിയസ് ആയിട്ടാണോ? ശരിക്കും ഒരു വിട്ടി തന്നെയാണ്. അവന് മരിക്കാഞ്ഞിട്ട് ഇരിക്കാൻ മേലെന്ന് തോന്നുന്നു. ഇതേ സമയം പെങ്ങ് ചെയ്യുന്ന ഓരോ അറ്റാക്കും അവൾ നിസ്സാരമായി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയടി നിന്നെ പോലത്തെ ഒരു നായ എന്റെ അറ്റാക്സ് ഇത്ര നിസ്സാരമായി ബ്ലോക്ക് ചെയ്യുന്നത്? എന്ത്? എന്താടാ നീ എന്നെ വിളിച്ചത്? അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്നത് അവന്റെ കഴുത്ത് അവൾ അറുത്തതാണ്.
നിസ്സാര സമയം കൊണ്ട് അവന്റെ കഴുത്ത് അവൾ അങ്ങോട്ട് മുറിച്ച് മാറ്റി. ആ കഴുത്ത് തട്ടിത്തെറിച്ച് പോകുകയും ചെയ്യും. ഇത് കണ്ട എല്ലാരും അത്ഭുതപ്പെട്ടു പോയി. അതാട്ടെ അവളുടെ മുമ്പിലേക്ക് വന്ന് വീഴുകയും അവന്റെ തലയിൽക്കെതിരെ കാല് വെച്ചിട്ട് പറയുകയും ചെയ്യും, "ഡാ ചെറുക്ക, ഞാൻ നിന്നെക്കാട്ടും കൂടുതൽ ജീവിച്ചൊരാളാണ്. ആ ഒരു ബഹുമാനം തന്നോണം." ഇതേ സമയം മറ്റൊരു സൈഡിലായിട്ട് നമ്മുടെ ഡാൻജു ചിയാൻ അവന്റെ ആ ഒരു കോൾഡ് ഐസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മാർഷൽ ആർട്ടിന്റെ ശരീരം പകുതിയായിട്ട് അങ്ങോട്ട് ഫ്രോസ്റ്റ് ചെയ്ത് കളയും. ഇവരെല്ലാവരും ആലോചിക്കുന്നുണ്ട് ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ എവിടെ നിന്നാണ് വന്നതെന്ന്. പക്ഷേ അപ്പോഴാണ് ഡാൻജു പറയുന്നത്, "എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എന്റെ ഫോർമുല അലൈസ് ആയിരിക്കും, പക്ഷേ ഇനി ഒരാൾ ഇവിടുന്ന് പോകത്തില്ല." അവരെല്ലാരും തന്നെ ഇവിടെ കാത്തിരിക്കുമായിരുന്നു നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോ വെറുതെ അല്ല ഡിമോണിക്കൽ ലീഡർ നമ്മൾ ഓടിയപ്പോഴും ഒന്നും ചെയ്യാതെ നീങ്ങുന്നത്. ഇതെല്ലാം തന്നെ അവർ സ്വയമായിട്ടെടുത്ത തീരുമാനമാണ്. അവരുടെ അലൈസിനെക്കാട്ട് മുകളിൽ അവരുടെ ജീവനും അവരുടെ ഫാമിലീസിന്റെ ജീവനും അവർ വെച്ചു. എനിക്ക് തോന്നുന്നു ഡിമോണിക്കൽ ലീഡർ അതിന്റെ പ്രോമിസ് കീപ്പ് ചെയ്യുമെന്നാണ്. പെട്ടെന്നാണ് താഴെ നിന്ന് ഒരുത്തൻ പറഞ്ഞത്, "കൾട്ട് ലീഡർ ചിയോൺ, എന്റെ പേര് സിയോങ് ജിൻക്യോ എന്നാണ്. ഞാൻ താങ്കളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. താങ്കൾ ആ വാക്ക് പാലിക്കുമെന്ന് വിചാരിക്കുന്നു." പറഞ്ഞപ്പോഴേക്കും ഇയോൺ ആ കൈ എന്ന് ഉയർത്തി. അടുത്ത സെക്കൻഡ് ആ ഒരു ഐസ് എല്ലാം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം അവൻ നേരെ താഴത്തേക്ക് ഇറങ്ങി. "കൾട്ട് ലീഡർ ചിയോൺ, നീ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞ വാക്ക് ഉറപ്പായിട്ടും പാലിക്കും." പെട്ടെന്നാണ് നമ്മുടെ സിക്സ് ഔട്ട്സ് ഒരു സാധനമായിട്ട് അവിടേക്ക് വരുന്നത്. അവരട്ടെ ഇവന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നിട്ട് പറയും ചെയ്യും, "ഡിമോണിക് ലോർഡ്, ഞങ്ങൾ താങ്കൾ പറഞ്ഞതെല്ലാം എത്തിച്ചിരിക്കുന്നു. വെൽ ഡൺ." എന്നിട്ട് അത് തുറന്നിട്ട് പറയും ചെയ്യും, "അല്ല, കണ്ടിട്ട് തോന്നുന്നു ഈ ഒരു പെട്ടി അല്ലെങ്കിൽ 2 പെട്ടിയോളം മതിയാകും ഇവിടെയുള്ള എല്ലാവർക്കും. അല്ല, അതെന്താണ് ആ പിൽസ്?" പെട്ടെന്നാണ് ഇയോൺ പറയുന്നത്, "നിങ്ങളെല്ലാരും ഇത് ഓരോന്നെടുത്ത് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാവുന്നതാണ്." "ഹേ, അതെന്താണ്? അത് പോയിസൺ ആണോ?" "അതെ." "അല്ല കൾട്ട് ലീഡർ, താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ജീവനോടെ വിടുമെന്നല്ലേ? പക്ഷേ ഇതിപ്പോ ആ ഒരു പോയിസൺ അത് ശരിക്കും ഡിഫറന്റ് അല്ലേ?" "ഡിഫറന്റോ? അത് കൊള്ളാം. അതിൽ ഞാനിവിടെ ഒരു പ്രശ്നം കാണുന്നില്ലല്ലോ. എന്തായാലും ഞാൻ നിങ്ങളെ ജീവനോടെ വിട്ടില്ലേ." ഓർത്തഡോക്സ് മുറമലൻസ് ക്യാമ്പ് ചെയ്തത് ആ 3 സൈലാൽ മൗണ്ടിനെ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്. അവിടെ കൂനകുട്ടി കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളവിടെ ഇരുന്ന് കരയുന്നത് കാണാൻ സാധിച്ചത്. അവളുടെ കണ്ണുനീർ വന്ന് വീണുകൊണ്ടിരുന്നത് അവിടുത്തെ രക്തത്തിലായിരുന്നു. "എന്നോട് എന്നോട് ക്ഷമിക്കൂ, ഞാൻ ശരിക്കും." ആ ഒരു വലിയ യുദ്ധത്തിന് ശേഷം 2800ഓളം ശവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ രക്തം ഒരു ചാലായിട്ട് അവിടെ രൂപപ്പെട്ട് ആ ഒരു ഹയറപ്സ് ആയുള്ള 6 മാസ്റ്റേഴ്സ് ഒഴികെയുള്ള എല്ലാവരുടെ ശവമായിരുന്നു അവിടെ കുന്നുപോലെ കൂട്ടി ഇട്ടിരുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഇയോണും ഇഞ്ചി ചിയോണും കൂടെ നിപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത്ര ഹാപ്പി അല്ലായിരുന്നു. "എന്തായാലും കുഴപ്പമില്ല, നീ ദയ എന്തെങ്കിലും കാണിച്ചു കൊടുത്തല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചാലും കൂടുതൽ രക്തം കൊഴിഞ്ഞിരിക്കുന്നു. എനിക്കറിഞ്ഞൂടാ, ഇത് 600ഓളം പേരാണ് ആ ഒരു പോർഷൻ എടുക്കാൻ റിഫ്യൂസ് ചെയ്തുകൊണ്ട് മരിച്ചു വീണത്. പക്ഷേ എനിക്കറിഞ്ഞൂടാ, ഞാൻ കുറച്ച് നാൾ ഷാവോളിങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണോ? എന്തായാലും ഇയോന്റെ ഓരോ മെത്തേഡ്സും എനിക്ക് ശരിക്കും ക്രൂവലായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഓൾറെഡി അവർക്കൊരു ചാൻസ് കൊടുത്തു. പക്ഷേ എന്നിട്ടും സമ്മതിക്കാത്തവർക്കല്ലേ ഞാൻ ആ കൊന്നുകളഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി എല്ലാവരും കൊല്ലാൻ വേണ്ടിയല്ലേ തീരുമാനിച്ചിരുന്നത്." പിന്നെ കാണിക്കുന്നത് 2 ദിവസം മുമ്പത്തെ കാര്യമാണ്. ഹെവിലി ഡീമൺ കൾട്ടിന്റെ ആ ഒരു മീറ്റിംഗ് ഉള്ള സ്ഥലം അതൊരു ടെമ്പററി മീറ്റിംഗ് സെറ്റപ്പ് ആയിരുന്നു. അവിടെ കോമ്പാക്ട് ഡിവൈനുള്ള ഫൈറ്റിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. പെട്ടെന്നാണ് അവർ പറയുന്നത്, ഞാൻ ഞാൻ കെഞ്ചി പറയുവാണ്, അവരെ വെറുതെ വിടണം. നീ ഇവിടുത്തെ ഒരു ജയിൽ പുള്ളി മാത്രമാണ്. എന്നിട്ട് നീ വന്ന് എന്നോട് പറയുന്നു ഈ യുദ്ധത്തിന്റെ കാര്യം. മര്യാദക്ക് പോകാനായിട്ട് തോക്ക്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. ഈ ഒരു യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഇഷ്ടപ്രകാരം വന്നവരല്ല, പലരെയും അവിടെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അവരെങ്കിലും താങ്കൾ നീ സ്ഥലം മനസ്സിലാക്കി വേണം സംസാരിക്കാനായിട്ട്. ഡീമല്ലോന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. നിനക്ക് തോന്നുന്ന പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. താങ്കൾ എന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അവരെ കൊണ്ട് സറണ്ടർ ചെയ്യിപ്പിക്കാം." "അതെന്താണ് ഈ പറഞ്ഞത്? അപ്പൊ നീ എനിക്ക് വേണ്ടി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുവോ?" "അതെ, ഞാൻ അവരെ എല്ലാവരും സഹായിക്കാൻ പറയുന്നില്ല. പക്ഷേ കീഴടങ്ങുന്നവരെ അവരെങ്കിലും താങ്കൾക്ക് വെറുതെ വിട്ടൂടെ? ഞാൻ എന്റെ ജീവൻ പണയം വെച്ചാണ് ഈ പറയുന്നത്." "കീഴടങ്ങുന്നവരെയോ?" "അതെ, ഞാൻ കണ്ടത് വെച്ച് നോക്കാനടുത്ത് കൾട്ടുലറൽ ചിയോൺ ആരും നിന്നെ വെറുതെ വിടത്തില്ല. അത് മാത്രമല്ല ഒരു ദയയും ദാക്ഷിണ്യം അദ്ദേഹം കാണിക്കത്തുമില്ല. സോ ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എങ്കി ഓക്കെ, നീ പറയുന്ന എന്താന്ന് ഞാൻ കേൾക്കാൻ തയ്യാറാണ്." അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ പറയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത് വലിയ ബാഡ് ആയുള്ള ഒരു ഡിസിഷൻ അല്ല. ഓർത്തഡോക്സ് മുറിമലൻസിനെ തന്നെ രണ്ടായിട്ട് ഈ ഒരു പ്ലാൻ കൊണ്ട് വിഭജിക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനോടെ പോകുന്നവരെല്ലാവരും ഭാവിയിൽ എനിക്കെതിരെ തിരിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ നിന്റെ റിക്വസ്റ്റ് തൽക്കാലം എടുക്കുന്നില്ല. കൺസിഡർ ചെയ്യണം. പക്ഷേ എന്നാൽ ആ സമയത്താണ് ഇഞ്ചി ജിയോൺ പറയുന്നത്, "ഇയോൺ, നമുക്കൊന്ന് സംസാരിച്ചാലോ?" അങ്ങനെ അവർ പുറത്തേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹം പറയും ചെയ്യും,
ആ കുട്ടി പറഞ്ഞത് നീ ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യണം. അല്ല, ഈ ഓർത്തഡോക്സ് മുറിമലൻസ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എപ്പോഴും ഇഗ്നോർ മാത്രമേ ചെയ്യാറുള്ളൂ. അതിലുപരി അവരിപ്പോ ചാങ്ബായ് മൗണ്ടിലേക്ക് വന്ന് എന്നെ, എന്റെ 6 ട്രൂപ്സിനെ, എന്റെ ആൾക്കാരെ കൊല്ലാൻ വരെ നോക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് ദയ കാണിക്കേണ്ടത്? ഞാൻ എല്ലാവരോടും നീ ദയ കാണിക്കാൻ പറയുന്നില്ല. പക്ഷെ ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? അവൾ പറഞ്ഞത് വെച്ച് അതിൻ്റെ അകത്ത് പലരും അവർക്ക് പോലും ഇഷ്ടമല്ലാതെയാണ് ആ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അതിലുപരി അവന്റെ മുഖം കണ്ടിട്ട് അവനെന്തായാലും ഇത് മാറ്റമൊന്നും തോന്നില്ല. ഇയോൺ, നിനക്ക് ഈ ജിങ് സത്യം പറഞ്ഞ യുണൈറ്റ് ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ലോഡിന് അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ട്. എന്നാൽ പണിഷും ചെയ്യണം, റിവാർഡും ചെയ്യണം. പക്ഷേ നീ ചെയ്യുന്നവരെ എല്ലാരെയും കൊന്നു കളയാനാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ അവർക്ക് പലതവണ വാണിംഗ് കൊടുത്തിരുന്നു. എന്നിട്ട് അവരിങ്ങനെ തലയിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഭവിഷ്യത്ത് അവർ തന്നെയല്ല അനുഭവിക്കേണ്ടത്. അതിലുപരി അപ്പൂപ്പനീ പറയുന്നത് ജൂ ജോങ്ങുള്ള ആ ഒരു റിലേഷൻ കാരണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവർക്ക് ദയ കാണിച്ചോളാം. ശരിക്കും? പക്ഷേ ഒരു കാര്യം കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? എന്നാൽ ആ പ്ലാൻ പ്രകാരം എല്ലാവരും പോയിസൺ കഴിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പൊ പോയിസൺ കഴിച്ചവർ ആർക്കും റിവെഞ്ചുമായിട്ട് മുന്നിലേക്ക് വരാനും പറ്റത്തില്ല. പിന്നെ കാണിക്കുന്നത് അവരിത് കത്തിക്കുന്നതാണ്. അതായത് 2800ഓളം മാർഷൽ ആർട്സിന്റെ ശരീരം. നീ ഇനി ചങ്ബായ് മൗണ്ടനിലേക്കാണ് പോകുന്നത്. അതെ അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെന്ന് ആ ഒരു വിൻ വൈറ്റ് ടൈഗറിന്റെ എസൻസ് സ്കോർ എടുക്കണം. പിന്നെ കാണിക്കുന്നത് ഷാങ്വി പ്രൊവിഡൻസ് ആണ്. രണ്ടുപേർ പെട്ടെന്നായിരുന്നു കുതിരയിൽ അവിടേക്ക് പൊക്കൊണ്ടിരുന്നത്. നാശം, ഈ ഓർത്തഡോക്സ് മുറിവ് അവര് ഹങ് മൗണ്ടനിലേക്ക് ആളയക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അവരെങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്തിയത്? അതെനിക്കറിഞ്ഞൂടാ. അതെന്തായാലും എനിക്കറിഞ്ഞൂടാ. എന്നാൽ നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം, അവരുടെ കൂട്ടത്തിൽ 20,000 എനിമീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കൂടെ വെറും 4,000 പേരേ ഉള്ളു. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്രേറ്റ് പ്ലാൻ ഉറപ്പായിട്ടും എനിക്കറിയാം. ബ്ലേഡ് മാസ്റ്ററിന് ഇപ്പോൾ വേണ്ടത് ആ ഒരു കോറാണ്. എന്നാൽ ആ സ്ഥലമില്ലെങ്കിൽ എന്നാൽ അവിടെ വെച്ചാണ് കുറച്ചുപേരെ അവർ കണ്ടുമുട്ടിയത്. അല്ല, ഗ്രേറ്റ് സുപ്രീം താങ്കളോ? ഹ്വാങ് ഹിയോൾ, നീ എന്താണ്? ഗ്രേറ്റ് സുപ്രീം, ഒരു പ്രശ്നമുണ്ട്. ബ്ലേഡ് മാസ്റ്റർ എന്തേ നമ്മുടെ ഓർത്തഡോക്സ് മുറിം അലയൻസ് നമ്മുടെ ബേസിനെ ഇപ്പൊ അറ്റാക്സിനോട് പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും പെട്ടെന്നത് നീ അതിനെപ്പറ്റി വിഷമിക്കേണ്ട. ബ്ലേഡ് മാസ്റ്റർ ഓൾറെഡി ആ മെസ്സേജ് ലഭിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് 4 ദിവസത്തിന് മുമ്പ് തന്നെ. എന്ത്, ഒറ്റയ്ക്കോ? അല്ല, അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മുടെ ബേസ് ശരിക്കും അപകടത്തിലല്ലേ? നീ എന്താണ് വിചാരിച്ചത് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിനെ പറ്റി? അതുമാത്രമല്ല, ഞങ്ങളവിടെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഓർഡേഴ്സ് പ്രകാരമാണ്. ഹ്വാങ്, നീ അധികം പേടിക്കേണ്ട കാര്യമില്ല. ബ്ലേഡ് മാസ്റ്റർ അധികം താമസിക്കാതെ ഇവിടേക്ക് എത്തുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ജെജെങ് പ്രൊവിൻസ് ആണ്. ആ ഹ്വാങ് മൗണ്ടനിലെ ചുരുക്കം പറഞ്ഞ സുപ്രീം സേബറിന്റെ ആ ഒരു സ്ഥലം. അവിടെയുള്ള സുപ്രീം സേബറിലെ പല മാർഷൽ ആർട്സും മരിച്ച് വീഴുകയാണ്. മുറിമലൻസായിട്ട് ഒരു യുദ്ധമായിട്ട് മുന്നിലേക്ക് വന്നു. മുന്നിലേക്ക് തന്നെ ഒരാളെ പോലും വെറുതെ വിടണമെന്നുണ്ട്. അവരെല്ലാരും അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഇതേ സമയത്ത് നമ്മുടെ മുറുമലൻസിന്റെ ലീഡറും അവിടെ ഉണ്ടായിരുന്നു. അവനും അവനെ കൊണ്ട് പറ്റുന്ന എല്ലാവരെയും കൊന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുവാണ്. താങ്കൾ ശരിക്കും ഡിറ്റർമിൻ ആണല്ലോ. അല്ല, ഈ ഒരു ഫോട്ടോസ് കംപ്ലീറ്റ്ലി നമുക്ക് ഇന്ന് രാത്രി അവർ പറഞ്ഞ ഇൻഫോർമേഷൻ വെച്ച് നോക്കാനടുത്ത് ഇനി 4 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ അവരുടെ എൻട്രൻസിലെത്തും. അതിനുശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ആംബുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ നമുക്ക് സുപ്രീം സേബറിനെ ഈ ലോകത്തിന്റെ മുഖച്ചായിൽ നിന്ന് തന്നെ തൂത്ത് മാറ്റാൻ സാധിക്കും. ഓർത്തഡോക്സ് മുറിമലൻസിലെ മാർഷൽ ആർട്ടിസ്റ്റ്, ഈ യുദ്ധം നമുക്ക് ജയിക്കാനുള്ളതാണ്. ഈ യുദ്ധം ജയിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റിസിന്റെ ആദ്യ അടിത്തറ ഇവിടെ പാകാൻ പോകുവാണ്. പെട്ടെന്നാണ് മുറിമലൻസിലെ ഒരുത്തിന് ഒരു അറ്റാക്ക് അങ്ങോട്ട് സംഭവിച്ചത്. എനിക്കറിയാം ഇവിടെയുള്ള ഓൾമോസ്റ്റ് എലിയറ്റ്സും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാലും സുപ്രീം പീക്കിലുള്ള പല മാസ്റ്റേഴ്സും ഈ കൊടുത്തുണ്ട്. അവരെല്ലാം ഞാൻ തന്നെ. അപ്പോ നീയാണല്ലേ ഓർത്തഡോക്സ് മുറിമലൻസിന്റെ ലീഡർ? ഇത് കേട്ടപ്പോ ആ ഞെട്ടിത്തെറിച്ചുപോയി. പെട്ടെന്നാണ് അവൻ തിരിഞ്ഞത്. ഞാൻ കംപ്ലീറ്റ്ലി എന്റെ ഗാൾ ലെഡ് ഡൗൺ ചെയ്തിട്ട് പോലില്ല, ഒരു യുദ്ധമായതുകൊണ്ട്. പക്ഷെ ഇവനെ ഞാൻ എപ്പോഴാണ് നോട്ടീസ് ചെയ്തത്? ആരാണ് നീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ സോഡ് എടുത്ത് അവന്റെ നേരെ നീട്ടിയത്. കുറച്ചധികം നാളായി ഒരാള് അവരുടെ സോഡ് എന്റെ നേരെ പൊക്കിയിട്ട്. അതിനുശേഷം തന്റെ കൈ നനക്കിയതല്ല. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവന്റെ ശരീരം രണ്ടായിട്ട് മുറിഞ്ഞുപോയി. ആ ഒരു അറ്റാക്കിന്റെ പവർ അവിടെ കൊണ്ട് തീർന്നില്ലായിരുന്നു. നേരെ പുറകിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന പല മാർഷൽ ആർട്സിനെ അത് കൊല്ലുകയും ചെയ്തു. മാസ്റ്റർ പങ്, അല്ല, ഞാനിപ്പോ കണ്ടത് ഒരു ഫോർമുലസ് ഉള്ള ബ്ലേഡ് അല്ലേ? അതിലുപരി തന്റെ കൈയൊന്ന് അനക്കിക്കൊണ്ടാണ് ഇത്ര വലിയ അറ്റാക്ക്. അവൻ ഇങ്ങനെയാണെങ്കിൽ അവൻ എത്ര പെട്ടെന്ന്. അല്ല, നീ ആരാണ്? ഞാനോ? ഞാനാണ് ഈ ലോകത്തെ എല്ലാ ബ്ലേഡ് ആർട്സിലും പിന്നക്കലിലുള്ള ആ ഒരു മനുഷ്യൻ. അതിനുശേഷം നമ്മൾ കാണുന്നത് ചങ്ബായ് മൗണ്ടിന്റെ അടുത്താണ്. ഡിമോണിക്കലിനാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ മുമ്പിലാട്ടെ നമ്മുടെ ഇയോൺ ജിയോൺ ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയത്താണ് ഇഞ്ചി ജിയോൺ പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കാനും പറ്റുന്നില്ല. അമിതബ, ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
പക്ഷേ താങ്കൾ കാരണമാണ് ഷാവോളിങ്ങിലെ എല്ലാ മോങ്സും ഇപ്പോഴും ജീവനോടായി. ഒരു കാര്യം ഞാൻ പറയാം, കോമ്പാക്ട് ഡിവൈൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു അറ്റാക്ക് കൊണ്ട് പല മാസ്റ്റേഴ്സിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ആ പറഞ്ഞത് മുറുമലൻസിൽ ഉണ്ടായിരുന്ന വൂ ചോൺ എന്ന് പറയുന്ന ഒരു ഹിഡൻ റിക്കൾസീവ് ഫോറസ്റ്റിലെ ഒരു മെമ്പർ ആയിരുന്നു. ഒരു മുറുമലൻസിന്റെ മെമ്പർ എന്ന രീതിയിൽ ഞാൻ കൾട്ട് ലീഡർ ചിയോണിന് എതിരെ തന്നെയാണ്. പക്ഷേ ഒരു ഹിഡൻ റിക്കൾസീവ് ഫോറസ്റ്റ് എന്ന രീതിയിൽ നിന്റെ കൊച്ചുമകനാണ് അവൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇത് മറ്റൊന്നും കൊണ്ടല്ല, അന്ന് ആ ദിവസം ഞങ്ങൾ കോമ്പാക്ട് ഡിവൈനെ കണ്ടു. പക്ഷേ അവൻ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. നിങ്ങളെയോ? അതെ, അതേ, ഞങ്ങളെ തടയുന്ന പോലെ, അതിൻ്റെ അകത്തേക്ക് കയറാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് എന്തിൽ നിന്നോ ഞങ്ങളെ രക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും അന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു മർഡർസ് അല്ല ഇന്റന്റ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചത് അത് കോമ്പാക്ട് ഡിവൈൻ്റെ ആണെന്നാണ്. പക്ഷേ എനിക്കുറപ്പാണ്, എനിക്കൊരിക്കലും തെറ്റെടുത്തില്ല, അത് അവൻ്റെതല്ലായിരുന്നു. ഓൾറെഡി അൾട്ടിമേറ്റ് റിലത്തിലെത്തിയ ഒരു മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാളാണ് അവൻ. അതിലുപരി അവൻ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് ആ ക്യു എന്ന് പറയുന്നത് ഒരു മാർഷൽ പിനക്കിലെത്തിയെടുത്തനാണ്. അവന്റെ പവേഴ്സ് അത്രത്തോളം വലുതുമാണ്. വെറുതെ അല്ല അവൻ ജിങ്ഹയിലെ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും ഇവന് ഒരു കൂസലും ഇല്ല, അവനൊരു കുലുക്കവും ഇല്ല. അല്ല, ഇനി മനഃപൂർവ്വം അഭിനയിക്കുന്നതാണോ ഞാൻ എന്തെങ്കിലും വിഷമിക്കുമെന്ന് പറഞ്ഞിട്ട്? പക്ഷേ എന്തായാലും അവൻ പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ചങ്ബായ് മോണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമ്പാക്ട് ഡിവൻ ഞങ്ങളെ ഉറപ്പായിട്ടും തടയും. ഈ സമയത്താണ് നമ്മുടെ ഹ്യൂബോങ് പറയുന്നത്, അല്ല, എനിക്കൊരു മൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട്, അതുമാത്രമല്ല അത് ശരിക്കും മനോഹരം. ആ സമയത്ത് മോയങ് പറയും ചെയ്യും, നമ്മൾ എത്താറായിരിക്കുന്നു. ഓ, അത് മാത്രമല്ല, എനിക്ക് ഇതിൽ കൂടുതൽ വഴി അറിഞ്ഞൂടെ കേട്ടോ. പക്ഷേ അത് കാണാൻ നേരത്താണ് ഇയോൺ പറയുന്നത്, അവിടെ നിന്ന് വരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് ശരിക്കും സ്പിരിച്വലാണ്. ഇത് ഇന്റർണൽ എനർജി ട്രെയിൻ ചെയ്യാൻ പറ്റിയ പറ്റൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ അടുത്തേക്ക് ചെല്ലണം. അപ്പോഴേക്കും ഇയോൺ തന്റെ കൈ മുമ്പിലേക്ക് വെച്ചു. എന്നിട്ട് പറയും ചെയ്യും, എല്ലാരും മുന്നിലേക്ക്. അങ്ങനെ അവിടെ നേരെ മുന്നിലേക്ക് പോകാനും തുടങ്ങി. നാശം, എൻ്റെ അപ്പൂപ്പൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് ഒരിക്കലും വരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ടെൻസ്ഡാണ്. എനിക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇതേ സമയം ഹ്യൂബോങ് ചോദിക്കുകയും ചെയ്യും, അല്ലടാ, ആ ഒരു ഡ്രാഗൺ സെൽ എന്ന് പറയുന്നിടത്ത് അതിന് ഡ്രാഗണിന്റെ തലയുണ്ടായിരുന്നു, ടർട്ടിലിന്റെ ബോഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിൻ വൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്നിടത്ത് അതിന് വൈറ്റ് ആയുള്ള ഫെർ ആയിരിക്കുമോ? ആ, ചിലപ്പോ. വിൻഡ് എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ അതിന് നല്ല ചിറകും കാണുമായിരിക്കും അല്ലേ, കാണാൻ കുറച്ച് ക്യൂട്ടായിരിക്കും. എന്നാൽ അതേസമയം അവിടെ ഉണ്ടായിരുന്ന കിളികളെല്ലാം ഉച്ചയിട്ടുകൊണ്ട് അവരുടെ നേരെ പറന്നു വരാനായിട്ട് തുടങ്ങി. ഹിയോബോങ് ഞെട്ടിത്തരിച്ചു പോയി. ഹിയോബോങ് മാത്രമല്ല, ആ ഒരു സ്ഥലം മുഴുവൻ മർഡറസ് ആയുള്ള ഒരു ഫീൽ കൊണ്ട് നിറഞ്ഞു. കുതിരകളും പേടിക്കാൻ തുടങ്ങി. ഇത് കാണുന്നിടത്ത് സർമ പറയും ചെയ്യും, ദി എൻ്റയർ ഫോറസ്റ്റ് കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി ഇത്രയും മർഡറസ് ആയുള്ള ഒരു ഇന്റന്റ് ഞാൻ ഇതിനു മുമ്പ് ഫീൽ പോലും ചെയ്തിട്ടില്ല. ഇതൊട്ടും നല്ലതല്ല. ഈ ഒരു ബ്ലഡ് ലെസ്റ്റ് ഈ സ്ഥലം തന്നെ. പെട്ടെന്നാണ് ഇഞ്ചി ചെയ്യണം ചടി നിലത്തേക്ക് ഇറങ്ങിയത്. അപ്പോ അവൻ മുന്നിലേക്ക് വരാൻ പോകുന്നു. ഈ ഒരു മർഡറസ് ഉള്ള ഇന്റന്റ് കാരണം ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു എനർജി വരുന്നതെന്ന് എനിക്ക് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ചിലപ്പോ ആ ഇയുയി തന്നെയായിരിക്കും. എന്നിട്ട് ഇയോണിനെ നോക്കിയപ്പോഴാണ് അവൻ ഞെട്ടിയത്. കാര്യം ഇയോണട്ടെ ഞെട്ടിത്തരിച്ചിരിക്കുമായിരുന്നു. അവൻ മനസ്സിൽ പറയും ചെയ്യും, ഈ ഒരു എനർജി ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി ഒരു മനുഷ്യൻ്റെതല്ല, അതൊരു വൈൽഡ് ബീസ്റ്റിനെ പോലെയാണ്. പക്ഷെ ആർക്കാണ് ഇത്രയും വലിയൊരു ലെവല്? പെട്ടെന്ന് ഒരു സാധനം നേരെ മുകളിലേക്ക് ഉയർന്നു. അവനിതാ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാണോന്റെ കൺമുമ്പിൽ അവനെ കാണാൻ സാധിച്ചു. അടുത്തൊരു അറ്റാക്ക് ഇയാണോന്റെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പവർ ശരിക്കും കൂടുതലായിരുന്നു. ആ ഒരു ഫോഴ്സ് ലിറ്ററലി അവരെ ബാക്കിലേക്ക് പുഷ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കാണാൻ നേരത്ത് ഇയോൺ പറയും ചെയ്യും, അല്ല, ഇത്തരം ഫോഴ്സ് വന്നത് ഒരു ബ്ലേഡിൽ നിന്നാണോ? അതിലുപരി ആ ഒരു ബ്ലേഡ് അത് കണ്ടിട്ട് സ്വജാങ്ങളുള്ളത് പോലെ എനിക്ക് തോന്നില്ല. ആൻഡ് ഇവൻ ശരിക്കും ഓർഡിനറി അല്ല. അവന്റെ സ്ട്രെങ്ത് സത്യം പറഞ്ഞാൽ ഞാനൊട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ പറയുന്നത്, ഞാൻ ശരിക്കും ലക്കിയായിരുന്നു. ആ നായിന്റെ മകനോടേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വരാൻ പറ്റിയല്ലോ. അല്ല, ഇവൻ എന്താണ് ഈ പറഞ്ഞത്? സ്വജാങ്ങിലെ ഭാഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനോ നിനക്കത് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? അത് കേട്ടിട്ട് കൊറിയനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൊറിയനോ? അല്ല, അത് ഇത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ നായിന്റെ മകനിവിടേക്ക് വരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊന്നുകളയും. പെട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്, നീ കോമ്പാക്ട് ഡിവൻ അല്ല ആ യു ആണോ? അതേസമയം അത് കേട്ടപ്പോൾ തന്നെ അതിന്റെ ബാക്കിലേക്ക് ചാടി മാറി. നീ ഗൊറിയയിലെ ആൾക്കാരാണോ? ഗൊറിയോ? അല്ല, ഞാനും പറഞ്ഞ നീമോട്ട് അതിന് സിമിലാരിറ്റി ഉണ്ടല്ലോ. ഗൊറിയയിലെ ആയിരിക്കത്തില്ല. ഗൊറിയയിലായിരുന്നെങ്കിൽ ഹൗമർക്ക് ഇത്രയും ധൈര്യം കാണത്തില്ല ഇവിടേക്ക് കടന്നു വരാനായിട്ട്. നീ ആരാണ്? കോമ്പാക്ട് ഡിവൻ അല്ല ആ ക്യൂ ആണ്. ചങ്ബായ് മൗണ്ടിലേക്ക് ഞങ്ങൾ വന്നത് നീയായിട്ട് ഫൈറ്റ് ചെയ്യാനല്ലെന്ന് പറഞ്ഞപ്പോ ഇവന്റെ കഴുത്തിലേക്ക് ആ സോടെത്തി.
പെട്ടെന്ന് ഒരു വലിയൊരു ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. ഇയോനാട്ടെ അത് ബ്ലോക്കും ചെയ്യുന്നുണ്ട്. അവന്റെ സ്പീഡ് ശരിക്കും അത്ഭുതകരമാണ്. ഒരു സെക്കൻഡെങ്കിലും എനിക്ക് തെറ്റിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മരിച്ചേന്നാം. ആ നാറിയല്ലാതെ നീയാണ് എന്റെ 2 അറ്റാക്ക് അടുപ്പിച്ച് ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ നീ എന്താണ് പറഞ്ഞത്? ചാങ്ബായ് മൗണ്ടനോ? അടുത്ത സെക്കൻഡ് ഇവൻ നേരെ ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെട്ടു. അല്ല, ഇതെന്താണ്? റിഫ്ലക്റ്റീവ് ഉള്ള പവർ ക്യൂ ആണോ? അല്ല, അത് കാറ്റാണ്. പക്ഷേ നിനക്കൊരു കാര്യത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു. ഇവൻ ആരാണ്? ഇവൻ എന്തായാലും ആ ക്യൂ അല്ല. കാര്യം മാസ്റ്റർ വൂച്ചോൺ ഡിസ്ക്രൈബ് ചെയ്തത് അതിങ്ങനെയല്ല. നീ ചത്ത് മേലിലേക്ക് ചെല്ലാൻ നേരത്ത് ബാക്കിയുള്ളവരെ കാണാൻ നേരത്ത് ഒരു കാര്യം പറഞ്ഞേക്കെന്ന് പറഞ്ഞോട് അവൻ നേരെ മുകളിലേക്ക് ചാടി. അടുത്ത സെക്കൻഡ് ലിറ്ററലി അവന്റെ ചുറ്റും ആ ഒരു വലിയൊരു വിൻഡ് രൂപപ്പെടാനായിട്ട് തുടങ്ങി. ഇത് കണ്ടു നിന്ന ഇയോൻ ശരിക്കും ഞെട്ടുകയും ചെയ്തു. പെട്ടെന്നാണ് അവന്റെ ചുറ്റും ഒരു വലിയൊരു ടൊർണാഡോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, കാര്യം ഇത് ചാങ്ബായ് മൗണ്ടൻ അല്ല, ഇത് ബേക്ക്ഡു മൗണ്ടൻ ആണ്. പിന്നെ കാണിക്കുന്നതാണ് ചാങ്ബായ് മൗണ്ടൻ. അവിടെ ഒരാൾ നിന്ന് മെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതായിരുന്നു നമ്മുടെ യുഐ. അവനത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ല, നോർത്തിൽ നിന്നല്ലേ ആ ഒരു കാറ്റ് വരുന്നത്. അവിടുത്തെ യുഐ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആണ്. അവനെന്തായാലും ഇനി അബദ്ധമൊന്നും കാണിച്ച് കാണത്തില്ലല്ലോ. അല്ല, ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലോ. കാര്യം ഇതിനു മുമ്പ് വന്ന ഒരാളുടെ അടുത്തേ പോലും അവൻ ഇത്രയും പവർ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതെന്താണ്? ആ ഒരു 10 വർഷത്തെ വാക്ക് അത് ശരിക്കും ഡേഞ്ചറസ് ആണ്. ഞാൻ അവനെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാങ്ബായ് മൗണ്ടൻ വീണ്ടും രക്തത്തിൽ കുളിക്കും. ഇതേ സമയം ആ ഒരു വിൻഡ് കാരണം അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും എല്ലാം മുറിഞ്ഞു മുറിഞ്ഞ് മാറുകയായിരുന്നു. ഇയോൺ ചിയോണ്ടെ ഇതെല്ലാം കണ്ടോട് നിപ്പുണ്ടായിരുന്നു. അവന്റെ കാറ്റ് ഒരു ബ്ലേഡ് പോലെ അത്ര തന്നെ ഡേഞ്ചറസ് ആണ്. അതിലുപരി ആ സ്ഥലത്തേക്ക് ആ ഒരു ക്ലൗഡ്സ് വരെ കറങ്ങി ചെല്ലുകയാണ്. എല്ലാരും പിന്നിലേക്ക് മാറി, ആ ഒരു ചുഴലിക്കാറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാരും കുതിര എടുത്തതിന്റെ രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് ആ കുതിര തന്നെ മുകളിലേക്ക് ഉയരാനായിട്ട് തുടങ്ങിയത്. കുതിര ഉപേക്ഷിക്കുന്നു പറഞ്ഞൊരു നമ്മുടെ ഹ്യൂബം ഉച്ചത്തിൽ കിടന്ന് കാറി. പിന്നെ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന കുതിരകൾ നേരെ മുകളിലേക്ക് പറന്നു എന്ന് ആ ഒരു ചുഴലിക്കാറ്റിൻ്റെ അകത്ത് പെടുന്നതാണ്. എത്രയെന്ന് പറഞ്ഞാൽ നമ്മളിനി നോക്കി നിൽക്കുന്നത്? എല്ലാരും റെഡി ആയിക്കോളൂ. ശരിയാണ്, ഇവിടെ നിസ്സാരമായ ഒരു അറ്റാക്ക് കൊണ്ട് ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ 6 ഓരോരുത്തരും അവരുടെ നെയിംഡ് അറ്റാക്സ് ഇങ്ങോട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുള്ള അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അതെല്ലാം തന്നെ അവന്റെ നേരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണാൻ നേരത്ത് അവൻ ചിരിച്ചിട്ട് അതിന്റെ ശക്തി അങ്ങോട്ട് കൂട്ടി. പിന്നെ കാണുന്നത് അതെല്ലാം ആ ഒരു ടൊർണാഡോയിലേക്ക് ചെന്ന് കയറുന്നതാണ്. നീയൊക്കെ ശരിക്കും വിഡ്ഢികളാണ്. അടുത്ത സെക്കൻഡ് അവർ ചെയ്ത ഓരോ അറ്റാക്സും അതിനെക്കാട്ട് വേഗത്തിൽ തിരിച്ച് അവരുടെ നേരെ തന്നെ വന്നു. അത് കുറേയധികം മാർഷൽ ആർട്സിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വാങ്ചുലും അതേപോലെ ബേക്ജിയൊക്കെ അത് ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്താണ് മിൻഗ്യു പറഞ്ഞത്, ഇത് ശരിക്കും ഡേഞ്ചറസ് ആണ്. നേരത്തെ സ്ട്രോങ്ങർ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു അറ്റാക്ക് അവളുടെ നേരെ വന്നു. അവളത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് തെറിച്ചു പോയി. പെട്ടെന്നാണ് ഒരു കൈ വന്ന് അവളെ പിടിച്ചത്. അത് നമ്മുടെ ഇയോണായിരുന്നു. അല്ല, ഡീമൺ ലോർഡ്, താങ്കൾ സൂക്ഷിക്കണം, ഇത് ശരിക്കും ഡേഞ്ചറസ് ആണ്. താങ്ക് യു. നീ എന്തായാലും ആ ചുഴലിക്കാറ്റിൽ നിന്ന് കുറച്ചധികം മാറിയുന്നോ, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതേ സമയം ഇഞ്ചിച്ചോൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതേപോലെ ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് ശരിക്കും പോസിബിൾ ആണോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവന് മാർഷൽ ആർട്സ് അറിയാം. അതിനർത്ഥം അവൻ ശരിക്കും ഒരു നാച്ചുറലായ ഡിസാസ്റ്റർ തന്നെയാണ്. ഗ്രേറ്റ് ഗാർഡിയൻ, എന്നെ ഒന്ന് സഹായിക്കൂ, ആ വിൻഡ് നമുക്ക് തടയണമെന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ഈ സമയത്ത് ഡാൻജു ചെയ്യാനും പറയും, ഞാനും സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവനും ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു 3 അറ്റാക്സും അവന്റെ നേരെ അങ്ങോട്ട് പാഞ്ഞ് ചെല്ലുന്നുമുണ്ട്. എന്നാൽ അത് ഒരു കുസലും ഇല്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുക. അടുത്ത സെക്കൻഡ് അതെല്ലാം തന്നെ അവൻ തടയുന്നുമുണ്ട്. എന്താണ് ഞാൻ കണ്ടത്? ഞാൻ എൻ്റെ കംപ്ലീറ്റ് പവർ യൂസ് ചെയ്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും സാർമാന്റെ ആ ഒരു സോഡ് പൊട്ടിയിരുന്നു. അദ്ദേഹത്തിന് ഇന്റേണൽ ഇഞ്ചുറീസ് വരികയും ചെയ്തു. നീയെല്ലാം വിഡ്ഢികളാണ്. നിന്റെ ഈ അറ്റാക്സ് കൊണ്ട് എന്റെ കാറ്റിനെ മറികടക്കാന്ന് കരുതിയോ? പെട്ടെന്നാണ് അവൻ ചോര ഛർദ്ദിച്ച് നേരെ നേരത്തേക്ക് വീഴാനായിട്ട് പോയത്. നാശം, ഒരു ട്രൂ ക്യൂയെ കംപ്ലീറ്റ്ലി കണക്ട് ആയി. എന്റെ ഇന്റേണൽ വൂൺസ് അത് ശരിക്കും. എന്നാൽ ഈ സമയത്ത് ആ ഒരു ബ്രോക്കൺ ബ്ലേഡ്സ് എല്ലാം പുറകിലേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട്. അല്ല, ഇതൊട്ടും നല്ലതല്ല. ബാക്കിയുള്ളവര് എന്നാൽ ഇയാണ് അതെല്ലാം തന്നെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. യെസ്, ഡീമനിലൂടെ സ്റ്റോപ്പ് ചെയ്തു. ഡീമനിലൂടെ നമ്മളെ രക്ഷിച്ചു. ഇത് ശരിക്കും നല്ലതല്ല. അവന്റെ എനർജി ശരിക്കും സ്ട്രോങ് ആയിട്ട് വരുവാണ്. ഇതിനെങ്ങനെയെങ്കിലും അല്ല, ആ ഒരു സോഡ് പെട്ടെന്ന് ഒരു സോഡ് മാത്രം അതിലൊന്നും പെടാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അത് ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അത് ഡാൻജു ചെയ്യേണ്ടിയായിരുന്നു. അല്ല, അത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഒരു വിൻഡ് കാരണം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. നാശം, ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയെന്നാണ്.
എന്നാൽ എൻ്റെ ട്രൂ ക്യൂ ആയിട്ട് എപ്പോഴാണോ കണക്ട് ആയത് ആ സമയത്ത് തന്നെ പെട്ടെന്ന് അവൻ്റെ നേരെ വന്ന അറ്റാക്ക് അവനായിട്ട് അവർ ഐസ് ബേസ്ഡ് യൂസ് ചെയ്ത് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. പെട്ടെന്ന് ഇവൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയും ചെയ്യും, നീ ഇപ്പൊ എന്താണ് ചെയ്തത്? എൻഹാൻസ് ഉള്ള എനർജി ആണോ? ഡീമലോട് അല്ല, ഞാനിപ്പോ എന്റെ എൻഹാൻസ് ഉള്ള എനർജിയും കോൾഡ് ക്യൂയും ഒരുമിച്ച് യൂസ് ചെയ്ത്. കോൾഡ് ക്യൂ ആയോ? അല്ല, പക്ഷേ ഈ ഒരു ചുഴലിക്കാറ്റ് ശരിയാണ്, ചിലപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാൻസ് ഉണ്ടായിരിക്കും. ഡീമലോട് താങ്കൾ ഇപ്പോൾ ക്യൂ എ സോഡ് കൺട്രോളാണ് യൂസ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആ ഒരു ചുഴലിക്കാറ്റിന്റെ അകത്തേക്ക് എന്റെ സോഡ് കയറിയപ്പോൾ തന്നെ എന്റെ ട്രൂ ക്യൂയെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തു. അതിനർത്ഥം ആ ഒരു ടൊർണാഡോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ട്രൂ ക്യൂയെ യൂസ് ചെയ്തുകൊണ്ടാണ്. ഞാനോ അതെങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് അതെനിക്ക് ടെക്നിക്കൽ ടൈംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ കണ്ടിട്ട് റെഗുലർ ആയുള്ള ടൊർണാഡോ പോലെ തന്നെയാണ്. മേളിൽ നിന്നുള്ള തണുത്ത കാറ്റും താഴത്തു നിന്നുള്ള ചൂടുകാറ്റും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അതിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല, ചൂടുകാറ്റോ? അതെ, താഴ്ത്തുന്നുള്ള ഹീറ്റ് എനർജി ആയിട്ട് താങ്കൾക്കത് സങ്കല്പിക്കാം. ഇത് ഞാൻ എങ്ങനെയാണ് അപ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ മുകളിൽ നിന്നുള്ളത് അല്ലെങ്കിൽ താഴ്ത്തു നിന്നുള്ളത് ഏതെങ്കിലും ഒരു കറണ്ടിനെ താങ്കൾക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ശരിയാണ്, അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ നോക്കിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളു, ഞാൻ നിന്നെ ഇന്നിവിടെ വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഇയോൺ നേരെ അവിടേക്ക് നടന്നു വന്നു. അല്ല, നീ എന്തൊരു വിട്ടിയാണ്, നീ എന്റെ ചുള്ളിക്കാലിലേക്ക് നടന്നു കയറുകയാണോ? നിനക്കെന്താ മരിക്കാൻ അത്രക്ക് ആഗ്രഹമാണോ? പെട്ടെന്നാണ് ഇയോൺ തന്റെ കൈ ഒന്ന് ഉയർത്തിയത്. അടുത്ത സെക്കൻഡ് അവിടെ കോൾഡ് ക്യൂയെ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി. അല്ല, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ഇമ്മൻസ് ഉള്ള കോൾഡ് ക്യൂയെ ഉള്ളത്? അല്ല, നീ മനുഷ്യന്റെ ടെറിട്ടറി കടന്നു ചെന്നിരിക്കുന്നു. അപ്പോ നിനക്ക് മറ്റുള്ള മിത്തുകളെ കുറിച്ച് നെസൻ കോർ ഉണ്ടല്ലേ? നായന്റെ മകനെ, നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സോർട്സ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നുണ്ട്. നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഇനി എന്തായാലും ഞാൻ നിന്നെ കൊന്നിട്ട് അടങ്ങുന്നുണ്ട്. അവൻ ഉച്ചത്തിൽ കിടന്ന് അലറാനായിട്ട് തുടങ്ങി. നാശം, ആ ഒരു ടൊർണാഡോയുടെ വേഗത കൂടിക്കൊണ്ട് വരുവാണല്ലോ. ഡീമലോ സൂക്ഷിച്ചു വേണം. പക്ഷേ അപ്പോഴേക്കും ഇയോണത് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അവന്റെ ആ ഒരു കോൾഡ് ക്യൂ ആയിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അല്ല, ഇത്രത്തോളം ഐസോട്സ് നീ എങ്ങനെയാണ് ഒരുമിച്ച്? നിനക്ക് എങ്ങനെയാണ് ഇത്ര കേപ്പബിലിറ്റി? നീയായിട്ട് പുറത്തു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ചു താഴ്ത്തിട്ടോളാന്ന് പറയാൻ നേരത്തന്നെ നമ്മുടെ ഇയോന്റെ അറ്റാക്ക് അതിനെ പൊതിഞ്ഞു കെട്ടാനായിട്ട് തുടങ്ങി. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ആ ഒരു ചുഴലിക്കാറ്റിന്റെ വേഗത കുറയുന്നുണ്ടായിരുന്നു. ആ നായിന്റെ മകൻ, അവൻ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചത്? എന്റെ വിൻഡ് റൊട്ടേഷൻ അത് കംപ്ലീറ്റ്ലി കുറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അത് മാത്രമല്ല താഴ്ന്നുള്ള ഹീറ്റ് നാശം, ഇത്രയും സോഴ്സ് ഒരുമിച്ച്. അത് മാത്രമല്ല ആ കോൾഡ് ക്യൂയും കൂടെ വെക്കുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ട്രൂ ക്യൂയെ നന്നായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇയോണത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. അത് പതുക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. അവൻ എൻ്റെ ടൊർണാഡോ, എടാ എടാ നായെന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ കടന്ന് അലറാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ഇയോൺ നേരെ മുകളിലേക്ക് ചെന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, ഇനി എൻ്റെ ഊഴമാണ്. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ കണ്ണ് ചുമന്ന് തുടുത്തിരുന്നു. അടുത്ത സെക്കൻഡ് അവിടെ ക്ലാഷ് സംഭവിക്കുന്നുണ്ട്. ലിറ്ററലി ഒരു മാസീവ് ഉള്ള ക്ലാഷ് തന്നെയാണ്. അതും നല്ല ഒന്നാം തരം ക്ലാഷ്. നിനക്ക് എവിടുന്നാണ് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിന്റെ മരണം അത് ഞാൻ എഴുതുന്നതാണ്. അല്ല, അവന്റെ കണ്ണെന്താണ് ചുമന്ന കളറിലേക്ക് മാറിയത്? ഇതാ ബ്ലഡ് റിവേഴ്സൽ ആർട്ടാണോ? അല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവനൊരു മനുഷ്യനല്ല, പകരം ഒരു ബീസ്റ്റിനെ പോലെയാണ് തോന്നുന്നത്. അവൻ ഡീമൻ ലോന്റെ ഓരോ സോഴ്സും നിസ്സാരമായി തന്നെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ടെക്നിക്ക് സൊജാങ്ങിലെ അല്ല. അല്ല, ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്. ഞാൻ കേട്ടത് വെച്ച് ആ ഒരു കോമ്പാക്ട് ഡിവൈൻ അവൻ വെപ്പൺസ് ഒന്നും യൂസ് ചെയ്തില്ല. പക്ഷെ അവൻ യൂസ് ചെയ്യുന്നത് ഒരു സോഡാണ്. ആ ബ്ലേഡ്, അതിലെ ടെക്നിക്ക് ചിലപ്പോൾ അവനായിരിക്കത്തില്ലേ? ഇത് ശരിക്കും അനോഞ്ഞാണ്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഇവൻ 4 തവണയെങ്കിലും മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവൻ്റെ ബ്ലേഡ് ടെക്നിക്ക് അത് ശരിക്കും ഫെമിലിയർ ആണ്. എവിടെയാണ് ആ ടെക്നിക്ക് കൺട്രോൾ ഉള്ളത്? എവിടെയാണെന്ന് ചോദിക്കാൻ നേരത്ത് ഇയോൺ ചെയ്യുന്ന ഓരോ അറ്റാക്സും അവൻ പെട്ടെന്നാണ് ഡോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സെക്കൻഡത്തേക്കെങ്കിലും എൻ്റെ വീക്ക് പോയിന്റ് അവൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഞാൻ പെട്ടെന്ന് അവൻ്റെ അറ്റാക്സ് ആയിട്ട് നേരെ ബാക്കിലേക്ക് മാറി. എന്നിട്ട് പറയും ചെയ്യും, ഇവനെ ഞാൻ എത്രയും പെട്ടെന്ന് കൊള്ളാൻ പറഞ്ഞിട്ട് ഇയോന്റെ നേരെ റഷ് ചെയ്ത് വന്ന് ഒരു അറ്റാക്ക് കണ്ട് ചെയ്തു. പെട്ടെന്ന് ഇയോൺ ഞെട്ടി. കാര്യം അവന്റെ വേഗത കൂടിയിരിക്കുന്നു. എനിക്ക് ഉറപ്പായിട്ടും അവനേക്കാൾ കൂടുതൽ ക്യൂയുണ്ട്. പക്ഷേ വേഗതയുടെ കാര്യത്തിൽ അവൻ ശരിക്കും എന്നെക്കാട്ടും മുന്നിലാണ്. അവന്റെ ഓരോ അറ്റാക്സും ഒരു കാറ്റ് പോലെ വീശുന്ന പോലെയാണ്. അതിനർത്ഥം ഇനി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവൻ തന്റെ 2 സോഴ്സുമായിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവനത് ഡോഡ് ചെയ്തു. എന്നിട്ടൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ തന്റെ കൈ തിരിച്ചൊടിച്ച് പിടിച്ചുകൊണ്ട് അവനത് ബ്ലോക്ക് ചെയ്തു. അല്ല, ഈ ഒരു പൊസിഷനിലും അവനത് ബ്ലോക്ക് ചെയ്തോ? ഇവനൊട്ടും നിസ്സാരമല്ല. അവന്റെ തലയുടെ പിന്നിലും കണ്ണുള്ളത് പോലെ. പക്ഷേ എങ്ങനെ? എടാ നായേ, നീ ബ്ലോക്ക് ചെയ്യാനല്ല നോക്കുന്നത്, എങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇയോന്റെ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ഒരു വലിയൊരു സ്ഫോടനം അവിടെ സംഭവിക്കുന്നുണ്ട്. നീ ശരിക്കും
അനോയിങ് ഉള്ള ഒരുത്തരാണല്ലേ. ഇവന്റെ ഇൻസ്റ്റിങ്സ് ശരിക്കും അൺനാച്ചുറൽ ആണ്. അതിലുപരി ഇവനെ പോലെ ഓപ്പണിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രത്തോളം ഫീഡ്സ് അവനുണ്ട്. അല്ല, അവൻ ഡീമൻ ലോഡിന് സമാസമം നിൽക്കുവാണല്ലോ. അവൻ ആരാണ്? ശരിയാണ്, പക്ഷെ കോമ്പാക്ട് ഡിവനായിട്ട് എനിക്ക് തോന്നില്ല. കാര്യം അവൻ യൂസ് ചെയ്യുന്നത് എന്തായാലും ഇത് പോരെന്നും പറഞ്ഞിട്ട് ഇവൻ ഒരു സോഡ് എടുത്ത് മാറ്റിവെച്ചു. അല്ല, നീ എന്താണ് ഈ ചെയ്യുന്നത്? നിന്റെ സോഡ് നീ മാറ്റുകയാണോ? അല്ല, ഞാനിനി എന്റെ ഫുൾ പവർ യൂസ് ചെയ്തിട്ട് പോവുകയാണ്. ഇവനെ ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് യൂസ് ചെയ്യണം. അടുത്ത സെക്കൻഡ് ഇവന്റെ ശരീരത്തിലേക്ക് ഒരു അൺനാച്ചുറൽ ആയുള്ള എനർജി ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് അതങ്ങോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്നിടത്ത് എല്ലാരും ഞെട്ടി. ഡീമലോഡ് കംപ്ലീറ്റ്ലി അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡിമോണിക് വേ എന്നെ തന്നെ പേടിപ്പിക്കുന്നു. അപ്പൊ നീ ഒരു മിത്തിക്കൽ ക്രീച്ചറിന്റെ എസൻസ് മാത്രമല്ലല്ലേ, നീയും ഇമ്മോർട്ടൽ റിലോൺ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് ഇവന്റെ തൊട്ട് പുറകിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവനത് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. നാശം, ഇവൻ വീണ്ടും വേഗത കൂടിയിരിക്കുന്നു. പക്ഷേ അടുത്ത അറ്റാക്ക് ഇവൻ ചെയ്യാൻ നടത്ത് അവൻ കുറച്ച് കഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഇവനെ കൊല്ലണമെങ്കിൽ ഇപ്പൊ കൊല്ലണമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി ഇവനെ കൗണ്ടർ ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ അപ്പോഴാണ് ലിറ്ററലി ഒരു ബീസ്റ്റിനെ അവനെ കാണാൻ സാധിച്ചത്. അടുത്ത സെക്കൻഡ് ഇവനോടേക്ക് പാഞ്ഞു ചെന്ന് അവന്റെ ശരീരത്തിലേക്ക് ഒത്തിരിയധികം അറ്റാക്സ് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവന്റെ ശരീരം തുളച്ച് കയറുന്നുണ്ട്. അല്ല, ഡീമലോട് ഇത്ര നിസ്സാരമായി തന്നെ എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത് ഹെവൻലി ഡീമൺ സോൾഡായിട്ട് പോലെയല്ല, അത് കംപ്ലീറ്റ്ലി മറ്റൊരു തലത്തിലാണ്. ആ ഒരു ഓപ്പണിംഗ് സ്റ്റേജ് ഒഴികെ ബാക്കിയെല്ലാം. ഈ സമയത്താണ് ഇവൻ പറയുന്നത് ഡീമൺ കോഡ് സോഡ് ആർട്ട്. പെട്ടെന്ന് ഇവൻ നേരെ നിലത്തേക്ക് ഇറങ്ങി അവന് നേരെ വന്ന് നിലത്ത് പതിക്കുന്നുണ്ട്. ആദ്യത്തെ ഒറ്റൊരു മൂവ് മാത്രമേ അവൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 23 അറ്റാക്സും അവന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് വന്ന് വീണത്. എന്തായാലും കുഴപ്പമില്ല, അവനിപ്പം മരിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ അത് പറഞ്ഞ് തീർന്നതും ഇവൻ അമ്പരന്ന് പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മർഡറസ് ഉള്ള ഇന്റന്റ് ആയിരുന്നു. കാര്യം അവൻ എഴുന്നേക്കുന്നുണ്ടായിരുന്നു. അതിലുപരി അവന്റെ ശരീരം റീജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതും അമ്പരപ്പിക്കുന്ന സ്പീഡിൽ തന്നെ. അവന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് റീജനറേറ്റ് ചെയ്യുന്നോ? ഞാനോ പോലെ തന്നെയാണല്ലോ. അല്ല, അവൻ എഴുന്നേക്കാണ്. അവനൊരു മോൺസ്റ്റർ. നായേ നായേ, നീ അപ്പൊ എന്റെ ഫുൾ പവർ യൂസ് ചെയ്യിപ്പിക്കൂ. അടുത്ത സെക്കൻഡ് അവന്റെ ശരീരം പതുക്കെ വലുതാകാനായിട്ട് തുടങ്ങി. ഇത് കണ്ടേക്കാൻ ശരിക്കും ഞെട്ടി. അല്ല, ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടാണോ? അല്ലല്ല, ഇതവന്റെ ശരീരം പതുക്കെ ചേഞ്ച് ആകുവാണ്. ഇവൻ മനുഷ്യൻ തന്നെയാണോ? ഞാൻ അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം, അല്ലെങ്കിൽ ഇത് ശരിക്കും അപകടത്തിലാകുന്നു പറഞ്ഞിട്ട് ഈണോന്റെ കഴുത്ത് മുറിച്ച് കളയാനായിട്ട് ചാടി എവിടേക്ക് വന്നപ്പോഴാണ് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. അടുത്ത സെക്കൻഡ് ഒരു സാധനം പാഞ്ഞു നേരെ നിലത്തേക്ക് വന്ന് വീണു. ആ വന്ന് ഇമ്പാക്ട് തന്നെ ഇവൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ആ സ്ഥലം തന്നെ പൊട്ടി തെറിക്കുന്ന പോലെയായിരുന്നു. പിന്നെ കാണുന്നത് ഈയുടെ കൈകൾ അവന്റെ തലയിലിടിച്ച് നേരെ നിലത്തേക്ക് ഇട്ടതാണ്. അവൻ നേരെ പതുക്കെ തലയുയർത്തി നോക്കി. ഇവൻ ഒന്നും തന്നെ സംഭവിച്ചില്ല. അവൻ ആ പ്രഷർ കംപ്ലീറ്റ്ലി എൻഡ്യൂർ ചെയ്തു. അല്ല, ഇതിനി ആരാണ്? അവൻ ശരിക്കും സ്ട്രോങ്ങർ ആണ്. കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ല. അവന്റെ മാർഷൽ എനർജി ശരിക്കും ഇൻസൈനാണ്. അതിലുപരി മറ്റവനെ അവൻ നിസ്സാരമായി തന്നെ നീ കോമ്പാക്ട് ഡി. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് കോമ്പാക്ട് ഡിവൻ അവന്റെ കയ്യിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി. ഇവൻ അത് അപകടമാണെന്ന് മനസ്സിലാക്കി അടുത്ത സെക്കൻഡ് ആ ഒരു അറ്റാക്ക് അവന്റെ ശരീരത്തെ വന്ന് പതിക്കുകയും ചെയ്യും. അല്ല, ഡീമൺ ലോഡ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. എന്നാലും അവൻ ആരായിട്ടായിരിക്കും ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവന്റെ സ്പിരിച്വൽ ക്യൂ പീക്കിലാണുള്ളത്. പിന്നെ കഴിഞ്ഞ 120 വർഷമായിട്ട് അവൻ എൻ്റെ മാർഷൽ പവേഴ്സ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി ഓരോ 10 വർഷം കൂടെ നടത്ത് ഞാൻ അവനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് എനിക്കറിയാം അവൻ എന്തുമാത്രം സ്ട്രോങ്ങർ ആണെന്ന്. അല്ല, ഇനി എങ്ങാനും അവനായിരിക്കുമോ? അവനാകാൻ. പിന്നെ കാണുന്നത് ആ കിയോയി മുകൾ നിൽക്കുന്നതാണ്. അപ്പോ അവനല്ല. പക്ഷേ ഇതാരാണ് ഇവൻ ഇത്രയധികം പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ? അതിലുപരി ആ ഒരു ഒമ്നോസ് ഉള്ള എനർജി കണ്ടിട്ട് മറ്റേതോ മിത്തിക്കൽ ക്രീച്ചേഴ്സിന്റെ സ്പിരിച്വൽ ക്യൂയെ അവൻ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഒരുത്തം വരണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചങ്ബായ് മൗണ്ടനിലെ മിത്തിക്കൽ ക്രീച്ചറിന്റെ ക്യൂയ്ക്ക് പുറകെയായിരിക്കും എന്ന് പറഞ്ഞാണ് നേരെ ആ ക്യൂയെ നിലത്തേക്ക് വന്നത്. ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, അവനെ കൊന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നതും. ഞാൻ എൻ്റെ വോയിഡ് ഫിസ്റ്റ് 2 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അവൻ്റെ ക്യൂയെ ഡിക്രീസ് ചെയ്യുകയല്ല, പകരം ഇൻക്രീസ് ആണ് ചെയ്തത്. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. ഫോംലെസ്സോടോ? എൻ്റെ അറ്റാക്കിനെ അവൻ അത് യൂസ് ചെയ്ത് ബ്ലോക്ക് ചെയ്തോ? സത്യം പറഞ്ഞാൽ 20 വർഷമായി എൻ്റെ ഒരു അറ്റാക്ക് ഒരാൾ ഇതുവരെ ബ്ലോക്ക് ചെയ്തിട്ട്. നീയപ്പോ ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിലാണല്ലേ? അപ്പൊ പിന്നെ നീയോ? അവൻ ഡെഫിനറ്റ്ലി ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിൽ തന്നെയാണ്.
അതിലുപരി ഹെവലി ഡീമൻ ക്യൂ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ എൻഹാൻസ് എനർജി ടീമിലോടിന് കുഴപ്പമൊന്നുമില്ല, ഭാഗ്യം. പക്ഷെ അതാരാണ് ഇത് കാണുന്ന ഇഞ്ചിയോൺ? അപ്പോൾ പറയും ചെയ്യും, എനിക്ക് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ കാണുന്നതാണ് കോമ്പാക്റ്റ് ഡിവനുള്ള ആ യുയി. അല്ല, ഇവനായിരുന്നു ആ മോൺസ്റ്റർ. സത്യം പറഞ്ഞാൽ ടീമിലോടിന് മാത്രമേ അവൻ്റെ എതിരെ ഒരു ഫൈറ്റെങ്കിലും. ഞാനാട്ടെ മിസ്റ്റിക് രഥത്തിലാണുള്ളത്. എന്നാൽ അവനെ വെച്ച് കമ്പയർ ചേർത്ത് ഞാൻ ഒന്നും തന്നെയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരവസ്ഥ. ടീമല്ലോണിന് മാത്രമേ അവനെന്തെങ്കിലും ചെയ്യാനും സാധിക്കത്തുള്ളൂ. അതിലുപരി ദൈവം എന്ന ആ ഒരു ടൈറ്റിലുള്ള രണ്ടുപേർ തമ്മിലുള്ള യുദ്ധമാണ്. ചുരുക്കം പറഞ്ഞ ദൈവങ്ങളുടെ യുദ്ധം. അവരിവിടെ ചുമ്മാ നിൽക്കുകയായിരുന്നെങ്കിലും അവരുടെ ക്യൂയുടെ ക്ലാഷ് എന്ന് പറഞ്ഞത് അപ്പ് നോർമലായിരുന്നു. അവിടെ ഉണ്ടെന്ന എല്ലാവരും ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പലർക്കും ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. നീ ഒന്നും പറയാതെ 2 തവണ എന്നെ അറ്റാക്ക് ചെയ്തു, അതിനർത്ഥം നിനക്ക് സംസാരിക്കാനൊട്ടും താല്പര്യമില്ലെന്നല്ലേ? ഇത് കേൾക്കാൻ നേരത്ത് അവനൊന്നും മിണ്ടത്തില്ല. അല്ല, പെട്ടെന്നാണ് അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അതായത് ആ കീയുടെ കാലിന്റെ താഴത്ത് കിടന്നവൻ പെട്ടെന്ന് ആ കീ നേരെ ബാക്കിലേക്ക് ചാടി. എടാ നാറി, നീ എന്നെ ക്രഷ് ചെയ്യാൻ നോക്കിയല്ലേ? നീ നിന്റെ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. നീ മര്യാദക്ക് തിരിച്ചു പോ. അതിന് നീ പറയണ പോലെ കേൾക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോ അവൻ നേരെ ചോര ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. നാശം, ആ നായയുടെ പഞ്ച് കാരണം എൻ്റെ ക്യൂഐ, അതിലുപരി എൻ്റെ ശരീരം കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തിട്ടില്ല. എനിക്കറിയായിരുന്നു നീ ആ ഡേഞ്ചറുള്ള മിത്തിക്കൽ ക്രീച്ചറിന്റെ എസൻസ് സ്കോർ അബ്സോർവ് ചെയ്തിട്ടുണ്ടല്ലേ. ഡേഞ്ചറുള്ള മിത്തിക്കൽ ക്രീച്ചർ, അവൻ ഹെവലി ഡിമോണിക് ക്യൂ എന്നാണ് പറയുന്നത്. ടേയിൻറ്റഡോ, നീ എന്താണ് ഈ പറഞ്ഞത്? നീ മണ്ടം കളിക്കല്ലേ? പെട്ടെന്ന് അവന്റെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് പറയും ചെയ്യും, നിർത്തടാ, കൈയെടുക്കടാ, അല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ. നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്. നീയാണ് ഇവിടുത്തെ വാക്ക് തെറ്റിച്ചത്. തിരിച്ചു പോകാനായിട്ട് നോക്ക്, അല്ലെങ്കിൽ. ഈ സമയത്ത് അവനൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൈ തട്ടി മാറ്റി. എൻ്റെ മകനെ, ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരിച്ചു പോകാനായിട്ട് പോയി. പെട്ടെന്നാണ് ഇവനൊരു അറ്റാക്ക് ചെയ്തിട്ട് അവിടെ മുഴുവൻ ആ ഒരു ഐസ് ഗ്ലേസിയർ അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. അതിനാരോട് ചോദിച്ചിട്ടാടാ നീ ഇവിടുന്ന് പോകാൻ പോകുന്നത്? പക്ഷേ ഇത് കണ്ട ദേഷ്യം വന്നവൻ ഉച്ചത്തിൽ കിടന്ന് അലറുകയും ചെയ്യും. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ ഐസ് കൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. പക്ഷെ അവന്റെ കൈ തന്നെ റീഡയറക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. എന്റെ സോഡ് ബൗൺസ് ഓഫ് ചെയ്യപ്പെട്ടു. പിന്നെ അവനൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല. അല്ല, ഈ റൈസ് അങ്ങനെയാണ് ഇത്ര ടഫായിട്ട് മാറിയത്. അവൻ നേരത്തെ യൂസ് ചെയ്ത പോലെ അല്ലല്ലോ. ഇനി എങ്ങനെ അതിന്റെ എസൻസ് സ്കോർ അവൻ അബ്സോർവ് ചെയ്തിട്ടുണ്ടോ? ഇവൻ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോ? എന്റെ യഥാർത്ഥ രൂപം എടുക്കാതെ എനിക്ക് ഇവനെ കൊല്ലാൻ പറ്റത്തില്ല. എല്ലാം മറന്ന് എന്റെ യഥാർത്ഥ രൂപം ഞാൻ എടുത്താലോ? ഞാൻ നിന്നോട് പറഞ്ഞ് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു ഫോംലെസ്സോട് അവനെ നേരെ അയച്ചു. എന്ത് ഷാർപ്പ് ക്യൂയോ? ആ ഒരു അറ്റാക്ക് അവിടെ വന്ന് പതിക്കുകയും ചെയ്യും. എന്നാൽ അത് കണ്ട് ഇയോൺ അമ്പരന്ന് പോയി. അല്ല, അവനെന്റെ ഫോംലെസ് ഉള്ള സോഡ് സ്വന്തം കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നോ? അടുത്ത സെക്കൻഡിൽ ആ ഒരു സോഡിനെ അവൻ നേരെ ബെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു അറ്റാക്ക് നേരെ നിലത്തേക്കായിരുന്നു. ഇയോണട്ടെ അത് ഡോഡ് ചെയ്ത് മാറി. അല്ല, അവനത് മനസ്സിലായ കണ്ടിന്യൂസ്ലി ആ കോൾഡ് ക്യൂയെ കൊടുത്താൽ മാത്രമേ എനിക്ക് ഗ്ലേസിയർ കംപ്ലീറ്റ്ലി പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് ആ ക്യൂയെ പറയും ചെയ്യും, ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെന്നും പറഞ്ഞ് ഇവന്റെ കൗണ്ടർ ചെയ്യാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ആ ക്യൂ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ഒരു പഞ്ച് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പഞ്ച് ഇവന്റെ തൊട്ട് മുമ്പിലേക്ക് എത്തിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ലിറ്ററലി അതൊരു നോർമലുള്ള പഞ്ചേ അല്ലായിരുന്നു. അത് ഫ്ലോലെസ് ആയുള്ള ഒരു അൾട്ടിമേറ്റ് ഉള്ള സ്ട്രൈക്ക് ആയിരുന്നു. ഒരൊറ്റൊരു പാതയിലേക്ക് തന്റെ ഫുൾ പവർ യൂസ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്ക്, ഒരു അഗ്നിപർവ്വതം പൊട്ടി തെറിക്കുന്ന പോലെ. അതിന് അൺനെസസറി ഉള്ള ഫോക്കസോ അൺനെസസറി ഉള്ള മൂവ്മെന്റ്സോ ഒന്നും തന്നെയില്ല. പ്യുവർ പവർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരൊറ്റൊരു പഞ്ച്. ആ ഒരു പഞ്ച് ലിറ്ററലി സ്പേസ് ആൻഡ് ടൈം ബെൻഡ് ചെയ്യുന്നതായിട്ട് അവന് മനസ്സിലായി. ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിലെത്തിയ ആർക്കായാലും ആ ഒരു കാര്യം മനസ്സിലാകും, അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. പക്ഷേ നമ്മോട് ഇവൻ കുറച്ചധികം ഫോംലെസ് ഉള്ള ബ്ലേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നേരെ ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ഇത് കണ്ടപ്പോൾ ആ ക്യൂയും ഞെട്ടി. അല്ല, എന്റെ പഞ്ചിന് റെസ്പോണ്ട് ആയിട്ട് അവൻ ഫോംലെസ് സോഡ്സ് ക്രിയേറ്റ് ചെയ്തോ? പിന്നെ കാണുന്നത് ഒരു വലിയൊരു ക്ലാഷ് ആണ്. ഇതാട്ടെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഓടുന്നുണ്ടെങ്കിലും പുറകിൽ നിന്നുള്ള ആ ഒരു ക്ലാഷ് അത്ഭുതകരമായിരുന്നു. അല്ല, ഇതെന്താണ് ഈ കാണുന്നത്? ഈ സമയത്ത് ഇതെല്ലാം കണ്ടിരിക്കുന്ന ഇഞ്ചിച്ചിയൻ പറഞ്ഞ്, നിനക്ക് കുഴപ്പമൊന്നും. ഈ സമയത്ത് ആ ഒരു പൊടിയൊക്കെ മാറാൻ നേരത്താണ് ആ ഒരു കാഴ്ച കണ്ടത്. ആ സ്ഥലം തന്നെ ഡിസ്ട്രോയ് ആയി പോയിരിക്കുന്നു. ആ ഒരു ഷോക്ക് വേവ് അത്ര സ്ട്രോങ് ആയിരുന്നു. ഡീമലോൾ, താങ്കൾക്ക്. പെട്ടെന്നാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കാഴ്ച കണ്ടത്. അല്ല, ഡീമലോൾ ഡിഫീറ്റ് ചെയ്യപ്പെട്ടോ? എടാ, ശ്രദ്ധിച്ചു നോക്ക്.
പിന്നെ കാണുന്നത് അവർ രണ്ടുപേരും ഒരു കൂസലും കൂടാതെ അവിടെ നിൽക്കുന്നതാണ്. ഇയോൺജിയുടെ ശരീരത്ത് കുറച്ചധികം അറ്റാക്സ് വന്ന് പതിച്ചിരുന്നു. എന്നാൽ ആ കീയുടെ വായിൽ നിന്ന് രക്തവും വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവന് ഇന്റേണലായിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിച്ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ആ ഒരു അറ്റാക്കിന്റെ പിന്നിൽ എന്ത് സംഭവിച്ചു എന്നാണ്. നമ്മുടെ ഇയോനായിട്ട് ആ കീ ഒരു കിക്ക് ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ അത് ഇയോൺ ഡോഡ്ജ് ചെയ്തപ്പോഴേക്കും അദ്ദേഹം ഒരു പഞ്ച് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നല്ല, 3-4 പഞ്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഡയറക്റ്റ് ഇയോന്റെ മേത്ത് തന്നെ വന്ന് വീണു. പക്ഷേ ആ ഒരു പോയിന്റിലും അത്രയും റിഫ്ലക്റ്റീവുള്ള പവർ ചെയ്തെങ്കിലും ഇവൻ അവിടെയും ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ആ ഒരു കൗണ്ടർ അറ്റാക്കിന്റെ ഭവിഷ്യത്താണ് നമ്മളിപ്പോ കണ്ടത്. അവന്റെ ഓരോ അറ്റാക്സും ഫിനിഷർ മൂവ്സ് ആയിരുന്നു. എന്റെ ട്രൂ ക്യൂയെ കംപ്ലീറ്റ്ലി സുപ്പീരിയർ ആണ്. പക്ഷേ ബ്രൂട്ടുള്ള ഫോഴ്സിന്റെ കാര്യത്തിൽ അവന്റെ അടുത്ത് പോലും എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതും ഒരു എസൻ സ്കോർ പോലും എടുക്കാതെയാണ് അവൻ ഇവിടം വരെ എത്തിയത്. ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഉള്ള ഒപ്പോണന്റ് അവൻ ശരിക്കും അമേസിംഗ് ആണ്. ലൈഫ് ആൻഡ് ത്രില്ലത്തിലേക്ക് എന്റെ ആൻസിസ്റ്റേഴ്സ് കണ്ടുപിടിച്ച ഒരു ടെക്നിക്കായിരുന്നു ആ ഒരു 24 ഉള്ള ഹെവിലി ഡീമൺ സോഡ്. അതൊരു യൂണിഫിക്കേഷൻ ആണ്. പക്ഷേ അവൻ ചെയ്യുന്ന ഓരോ അറ്റാക്സും യൂണിഫിക്കേഷൻ ആണ്. അതിലുപരി ആൻഡ് അവന്റെ അറ്റാക്കിന്റെ ഏറ്റവും ബെറ്റർ ഉള്ള പോർഷൻ എന്ന് പറയുന്നത് അവനത് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഇഷ്ടമുള്ളത് പോലെ. അതേസമയം ആ ക്യൂയെ തന്റെ കഴുത്തിലെ ഞെട്ടിയെ കുടിച്ചിട്ട് ഒന്ന് റെഡി ആയിട്ട് പറയുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ കുറച്ചധികം വർഷമായി ഒരു പ്രോപ്പറുള്ള ഫൈറ്റ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ എൻ്റെ കംപ്ലീറ്റ് പവർ നിനക്കെതിരെ യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ നിന്നോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് മാറും. നീ എന്തായാലും ഇവിടെ വെൽക്കം ചെയ്യാതെ വന്നൊരു ഗസ്റ്റാണ്. പക്ഷേ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാര്യം എന്റെ സെനീത്തുള്ള വോയിഡ് ഫിസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഡെക്കേഡ്സുകളായി. ലിറ്ററലി അവനത് യൂസ് ചെയ്തപ്പോൾ അവന്റെ ചുറ്റിനുണ്ടായിരുന്ന സ്പേസ് വരെ ബെൻഡാകാനായിട്ട് തുടങ്ങി. ആ ഒരു ഇന്റൻസ് ഉള്ള എനർജി കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്ക് ഹെവിലി ഡിമൺസോട് ഇവൻ മാറ്റിയിട്ട് പറയും ചെയ്യും, ഞാനും അത് തന്നെയാണ് നിന്നോട് പറയാൻ പോകുന്നത്. പിന്നെ കാണുന്നത് 3 ഫോംലെസ് ഉള്ള ബ്ലേഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിലൊന്നെന്ന് പറയുന്നത് ലൈറ്റ്നിങ്, 2 പറയുന്നത് ബ്ലാക്ക് ഫ്രോസ്റ്റും, 3 പറയുന്നത് ആ ഒരു ഫയറുമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, കോംബാക്ട് ഡിവൈൻ, നീ നിന്റെ ഗാർഡിൽ ലെറ്റ് ഡൗൺ ചെയ്ത അടുത്ത നിമിഷം നീ മരിക്കും. പക്ഷെ കണ്ടിട്ട് അവനവൻ്റെ ഫുൾ പവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നിട്ടും അവരുടെ ക്ലാഷിന്റെ ഇമ്പാക്റ്റ് ശരിക്കും അതികഠിനമാണ്. അപ്പോൾ ഇയോൺ, നീ എന്നെ കാണിച്ചത് മാത്രമല്ലായിരുന്നല്ലേ, നീ ആ ഒരു എസൻസ് സ്കോർ അബ്സോർവ് ചെയ്തതെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രത്തോളം ഡിഫറൻ്റ് ഉള്ള ട്രൂ ക്യൂ ഒരു ശരീരത്തിലുള്ളതെന്ന് പറയുന്നത് എനിക്കറിയാം. ഹെവിലി ഡിമോണിക് ക്യൂ ആണ് അതിന് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ശരിക്കും ഈ ഒരു ബാറ്റിലിന് ശേഷം ഈ ലോകത്തെ സ്ട്രോങ്ങസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റ് ആരാന്ന് അറിയാൻ സാധിക്കും. ഇയോൺ സൂക്ഷിക്കണം. ഇയോൺ കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ പറയുകയും ചെയ്യും, അവനെൻ്റെ പ്രോപ്പറുള്ള സ്റ്റാൻസിലേക്ക് മാറിയ ശേഷം വീക്ക്നെസ്സോ ഓപ്പണിങ്സോ ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് പെർഫെക്റ്റ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ കുറച്ചധികം നാളായി ഞാൻ ഇങ്ങനെ നെർവസ് ചെയ്യപ്പെട്ടിട്ട്. അവൻ ആ ഒരു ഫോംലെസ് ബെല്ലി ഒരു എലമെന്റൽ ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അതും കണ്ടിട്ട് ഒട്ടും നിസ്സാരമല്ല. 3 ഡിഫറൻ്റ് ഉള്ള ക്യൂയെ 3 സോർട്സിലേക്ക് അവൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് 3 ഡിഫറെൻറ്റ് മാർഷൽ മാസ്റ്റേഴ്സോട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതിനർത്ഥം എത്രയും പെട്ടെന്ന് എൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ചാടി അടുത്തേക്ക് വന്ന് ഒരു പഞ്ച് അങ്ങോട്ട് ചെയ്യും. ലിറ്ററലി ആ പഞ്ച് സ്പേസ് ആൻഡ് ടൈമിനെ ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ എൻ്റെ തൊട്ട് മുമ്പിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ പറയും ചെയ്യും, അവൻ്റെ വിൻ പ്രഷർ ശരിക്കും ഗ്രേറ്റ് ആണ്. പക്ഷേ അടുത്ത സെക്കൻഡിൽ കാണുന്നത് ആ ഒരു സോഴ്സ് ഒരു ചക്രം പോലെ കറങ്ങാട് തുടങ്ങിയിട്ട് അതങ്ങോട്ട് കൗണ്ടർ ചെയ്യുന്നതാണ്. ആ ഒരു പഞ്ചിന്റെ പുറകിലെ ഫോഴ്സ് ശരിക്കും അതികഠിനമാണ്. പക്ഷേ എനിക്കത് ഈ സമയത്ത് ഇവൻ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അല്ല, അവനത് നോട്ടീസ് ചെയ്തോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ സമയത്ത് അവൻ അടുത്ത പഞ്ചും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവന്റെ ഒരു ലൈറ്റ്നിങ് ക്യൂയുടെ ഫോംലെസ് ഉള്ള ബ്ലേഡ് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവനത് ബ്ലോക്ക് ചെയ്തോ? അതിലുപരി അവൻ പക്ഷേ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ ഒരു ഫോംലെസ് ഉള്ള ബ്ലേഡ് അവന്റെ ആ ഒരു സെനിത് മാർഷൽ ആർട്സിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ അത് കണ്ട് ഞെട്ടുകയും ചെയ്തു. അടുത്ത സെക്കൻഡ് അത് അപകടമാണെന്ന് മനസ്സിലായ അവൻ നേരെ ബാക്കിലേക്ക് ചാടി. കാര്യം അവൻ ഉറപ്പായിരുന്നു ആ ഒരു ബ്ലാക്ക് എനർജിനെ അവന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. പക്ഷേ ബാക്കിലേക്ക് ചാടിയപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയത്. അവന്റെ തലക്ക് മുകളിൽ ഒരു സോഡ് കാത്തിരിപ്പുണ്ടായിരുന്നു. അത് ആ ഫ്ലെയിമുള്ള സോഡായിരുന്നു. നാശം, അവന് ക്യൂയുള്ള ഫോംലെസ് സോഡ് മാത്രമല്ല, അവന് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ കാണുന്നത് ആ ഒരു ടെക്നിക്ക് നേരെ ബെൻഡ് ചെയ്യുന്നതാണ്. കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ആ ക്യൂയെ വോയിഡുള്ള ഫിസ്റ്റ് യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു അറ്റാക്ക് കാരണമാണ് ഇപ്പോൾ അത് ബെൻഡ് ചെയ്യപ്പെട്ടത്. എന്നാൽ അവൻ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും അവൻ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ ക്ലാഷ് അത്രത്തോളം ഭീകരതയായിരുന്നു. പെട്ടെന്നാണ് ആ ക്യൂവി നേരെ ബാക്കിലേക്ക്
പുഷ് ചെയ്യപ്പെട്ടത്. അവന്റെ ഫോംലെസ് ഫിസ്റ്റിലേക്ക് ബ്രൂട്ടുള്ള ഫോഴ്സ് അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിലുപരി എന്റെ ഫോംലെസ് സോണിനെ അവൻ ബ്രേക്കും ചെയ്യുന്നു. ആ ഒരു എനർജി ഫ്ലോ. ഈ സമയത്ത് എന്റെ 3 ഷോട്ട്സും അവിടെ നിപ്പുണ്ടായിരുന്നു. അല്ല, അവൻ ഓൾറെഡി റിക്കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കണ്ടിട്ട് അവൻ ഇപ്പോഴും ക്യൂയുണ്ട്. ഇതൊട്ടും നല്ലതല്ല. എനിക്ക് എന്തായാലും നല്ല ഫോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി പറ്റും. പക്ഷേ അവന്റെ ക്യൂയെ എന്നെക്കാട്ടും കൂടുതലാണ്. ലിറ്ററലി ഒരു മനുഷ്യനല്ല, ഒരു മിത്തിക്കൽ ക്രീച്ചറായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും റിസ്ക് എടുക്കാതെ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫോംലെസ് ഉള്ള എലമെന്റൽ സോഡല്ല അവൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ 2 എനർജി ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ആ 3 ഷോട്ട്സിനെ അവനെ ഒറ്റയടിക്ക് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ചാടി അവൻ്റെ നേരെ വന്നു. 3 ഷോട്ട്സ് ഉള്ള കാരണം തന്നെ എൻ്റെ ട്രൂ ക്യൂയെ 3 തവണ ഞാൻ ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവൻ്റെ നേരെ പാഞ്ഞ് വന്നത്. അല്ല, ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലോ. ഇത്രയും അടുത്തിട്ട് പോലും അവൻ എന്തോന്നും ചെയ്യാത്തത്. അതിലുപരി അവനിനി എങ്ങാനും നീ എന്നെ വളരെ നല്ലൊരു കാര്യം തന്നെ പഠിപ്പിച്ചു തന്നു. പെട്ടെന്ന് അവൻ ഞെട്ടിത്തരച്ചുപോയി. അടുത്ത സെക്കൻഡ് ഇയോൺ പറയുകയും ചെയ്യും, കോമ്പാക്റ്റ് ഡിവൻ, റിയലി താങ്ക്സ്. പിന്നെ കാണുന്നത് ഇയോണാട്ടെ ഒരു ടെക്നിക്ക് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതാണ്. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഒരു കാര്യം പറയാം, നിങ്ങളെല്ലാവരും നല്ല ദേഷ്യത്തിലായിരിക്കും. അതുപോലത്തെ ഒരു ക്ലിഫ് ഹാങ്ങറിലാണല്ലോ ഞാൻ കൊണ്ട് നിർത്തിയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾ നല്ല ലൈക്ക് തന്ന് ഈ വീഡിയോക്ക് 2.5K ലൈക്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ലോങ് വീഡിയോ കൂടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്.